ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരു മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീത്താമാട്ടോ. മറ്റുള്ളവരുടെ മുഖത്ത് ഈ കുട്ടികളും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ എൽസമയും എങ്ങനെ തല ഉയർത്തി നിൽക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ റീത്താം പറയുന്നുണ്ട്, ആ പെണ്ണിനെ ഇവിടെ വിളിച്ചു വരുത്തുന്ന മുമ്പ് റീത്താമ്മയെടുത്ത് കുറച്ച് സ്റ്റാൻലി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. റീത്താമ്മ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എൽസമ്മയെടുത്തും കൂടി ആലോചിച്ചും കണ്ടും ചെയ്താൽ പോരായിരുന്നു സ്റ്റാൻലി. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നത്? ഇനി ബന്ധുക്കൾക്ക് എന്ത് പറയും, നാട്ടുകാർക്ക് എന്ത് പറയും? സ്റ്റാൻലിയുടെ ബാക്കി 3 മക്കൾ പഠിക്കുകയാണ്, അവർ ക്ലാസ്സിൽ പോകുമ്പോഴേക്കും ബാക്കി കുട്ടികൾ അവളെ കളിയാക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു എൽസമ്മയെടുത്ത് ചോദിച്ചിട്ടേ സ്റ്റാൻലി ഇതൊക്കെ ചെയ്യാൻ പാടുള്ളായിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, 24 വർഷം മുമ്പ് നടന്ന കാര്യമാണ്, അതായത് എൽസമ്മയുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന കാര്യം. അത് അന്വേഷിക്കാനും ചോദിക്കാനും അഭിപ്രായം തേടാനും എനിക്ക് എൽസമ്മയുടെ ആവശ്യമില്ലെന്ന് തോന്നി. പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് അവൾക്ക് ദേഷ്യം വരുവാണ്, അല്ല അവൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവളെന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പോട്ടെ എന്ന് വളരെ നിസ്സാരമായിട്ട് സ്റ്റാൻലി പറയാണ്. ഇത് കേട്ട് നമ്മുടെ റീത്താമ്മ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നലെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റീത്താമ്മയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻലി എടുത്ത് ഇനിയിപ്പോ ഇന്ന് കാണിക്കാൻ പോണത് റീത്താമ്മ സ്റ്റാൻലി എടുത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് വരുന്നുണ്ട് എന്ന് പറയാണ്. എന്തായാലും ഞാനിപ്പോ ഇവിടെ വന്നേലേ ഉള്ളൂ, ഇനിയിപ്പോ എലിസബത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണം, ഞങ്ങളുടെ ആങ്ങളെ മാർത്ത് പറയണം, അത് കഴിഞ്ഞിട്ട് ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ് നമ്മുടെ റീത്താമ്മ മോളെ ഡാനിയേനെയും കൂട്ടിക്കൊണ്ട്. അങ്ങനെ ഡാനിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ഒരു സ്വഭാവമുള്ള, മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഡാനിയേനെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങാൻ പോകുമ്പോഴേക്കും റീത്താമ്മ ഡാനിയെ അടുത്ത് ചോദിക്കണ്ടേ, അല്ല നമുക്ക് അവളെ കാണണ്ടേ, ഇവിടെ നമ്മൾ വന്നത് ആരെ കുറിച്ച് സംസാരിക്കാനാണ്? അലീനെ കുറിച്ച്. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ അവളെ കാണേണ്ടതല്ലേ, അവളെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് റീത്താമ്മ സ്റ്റാൻലി എടുത്ത് ചോദിക്കണ്ടേ, അല്ല അലീന ഏത് റൂമിലാ, അവൾ എവിടെയാ ഉള്ളത്, അവളെ ഞങ്ങൾക്കൊന്ന് കാണുമായിരുന്നു. മുകളിലേക്ക് കയറി ഫസ്റ്റ് റൂം എന്ന് സ്റ്റാൻലി പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് റീത്താമ്മ നേരെ മുകളിലേക്ക് ഡാനിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. മുറിയിലെ കതക് ലോക്ക് ചെയ്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. റീത്താമ്മ അനുവാദം ചോദിക്കാതെ ആ റൂം തുറക്കാണ്. അലീന കുളിച്ചിട്ട് പുറത്തിറങ്ങിയേ ഉള്ളൂ. അലീന നോക്കുമ്പോൾ ഷോക്കായി പോവാണ്. തന്റെ റൂമിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും, ഒരു 10+2 പഠിക്കുന്ന ഒരു കുട്ടിയും. അപ്പൊ അവർ രണ്ടുപേരും തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാണ്. ഇവരാരാണ് എന്ന് അലീനക്ക് മനസ്സിലായില്ല. അലീന അവർ രണ്ടുപേരും സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അലീന ഇങ്ങനെ നോക്കിട്ട്, ആരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും മനസ്സിലാക്കി തരുന്നുണ്ട്, എല്ലാം ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ഡാനിയയുടെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുക കേട്ടോ. ഡാനിയ തിരിഞ്ഞ് അലീനെ നോക്കുന്നുണ്ട്. അലീന ഡാനിയനെയും ഒന്ന് നോക്കുന്നുണ്ട്. അലീനക്ക് എവിടേക്കോ തൻ്റെ ഒരു ടച്ച് ഡാനിയയിൽ തോന്നുന്നുണ്ട്. മുഖം അതുപോലെ ഉണ്ട് എന്ന് പറയുന്നില്ല, പക്ഷെ എവിടെയൊക്കെയോ ചെറിയൊരു ചായ കാച്ചിലുണ്ട്. അലീനക്കും ഡാനിയക്കും തമ്മിൽ ചെറിയൊരു സാദൃശ്യമുണ്ട് എന്ന് റീത്താമ്മക്ക് മനസ്സിലായി. അത് മാത്രമല്ല, റീത്താമ്മ അലീനെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഷോക്കും ആയിട്ടോ. കാരണം ഈ പറയുന്ന റീത്താമ്മ നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മ ചിന്നമ്മേനെ കണ്ടിട്ടുണ്ട്, അവരുടെ മരണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയപ്പോഴും പിന്നെ ഇവിടെ വിവാഹ സമയത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് എന്തോ 2-3 മാസം കഴിയുമ്പോഴാണ് ചിന്നമ്മ എന്ന് പറഞ്ഞവര് മരിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അലീന ജനിച്ചത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ റീത്താമ്മക്ക് പെട്ടെന്ന് ഈ ചിന്നമ്മേനെ ഓർമ്മ വരുന്ന അലീനെ കാണുമ്പോ അപ്പൊ നമ്മുടെ റീത്താമ്മക്ക് മനസ്സിലായോ, ഇനിയിപ്പോ DNA ടെസ്റ്റിന്റെ ആവശ്യം പോലില്ല, ഇവളുടെ മുഖം കണ്ട ആർക്കായാലും അറിയാം സ്റ്റാൻലിയുടെ അമ്മേനെ എടുത്തു വെച്ചിരിക്കുകയാണ്, ഒരു മാറ്റവും ഇല്ല, ചെറിയ മാറ്റമെങ്കിലും വേണ്ടേ, അതൊന്നുമില്ല, അതങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് റീത്താമ്മ നമ്മുടെ ഡാനിയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. എന്നിട്ട് വണ്ടി എടുക്ക് എന്ന് ഡ്രൈവറോട് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ അലീന വിചാരിക്കുന്നത് അത് സ്റ്റാൻലിയുടെ ഭാര്യയാണ് എന്നുള്ള ഭാര്യയാണോ അത് മകളാണോ എന്നൊരു സംശയം അലീനക്ക് വരുന്നുണ്ട്. അലീന വേഗം തന്നെ നമ്മുടെ ചേട്ടനോട് പോയി ചോദിക്കുന്നുണ്ട്, അതെ ചേട്ടാ ഇപ്പൊ വന്നിരിക്കുന്ന അതാരാന്ന് ചോദിക്കുമ്പോ അതാണ് റീത്താമ്മ. റീത്താമ്മയോ? റീത്താമ്മ എന്ന് പറഞ്ഞാൽ റീത്താമ്മ എന്ന് വെച്ചാൽ നമ്മുടെ കേണൽ സാറിന്റെ ഭാര്യ ഉണ്ടല്ലോ എൽസമ്മയുടെ ചേച്ചിയാണ് ഈ റീത്താമ്മ. അപ്പൊ കൂടെ വന്നത് അത് നമ്മുടെ സാബിന്റെ മൂത്ത മകൾ ഡാനിയ. അയ്യോ അതെയോ, എനിക്ക് മനസ്സിലായില്ല, ആ കൊച്ചിനെ ശരിക്കൊന്ന് കാണുക പോലും ചെയ്തില്ലല്ലോ, കഷ്ടായി പോയി എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന ആ ചേട്ടൻ പറയണ്ടേ, അതെ കാണാതിരിക്കണതാ നല്ലത്. അതെന്തായിട്ടാ അങ്ങനെ പറഞ്ഞത്? അതെ മോള് വിചാരിക്കുന്ന പോലെ സാധാരണക്കാരെല്ലാവര് എന്ന് പറയാണ്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംസാരിച്ച് ആ ചേട്ടൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അലീനൊക്കെ ആകെ ഷോക്കായി പോണു. അവരിങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ എല്ലാം അത്ഭുതമുള്ളൂ. കാരണം അവര് നോക്കുമ്പോ എന്താണ്, അവരുടെ സഹോദരിയുടെ ഭർത്താവിന്റെ ഏതോ
വകയിൽ ഒരു മകള്, ആ രീതിയിലല്ല അവർ ഇതിനെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനക്ക് അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. പിന്നീട് റീത്താമ്മ ദേഷ്യത്തിൽ നേരെ വീട്ടിലേക്ക് പോകുവാണ്. റീത്താമ്മയുടെ അമ്മക്ക്, അതായത് ഈ എൽസമ്മയുടെ ഒക്കെ അമ്മയുണ്ടല്ലോ, അവർക്ക് മൊത്തം 6 മക്കളാണ്. ഈ റീത്താമ്മ, എൽസമ്മ, പിന്നെ 4 ചേട്ടന്മാരുണ്ട്. നല്ല തടിമാടന്മാരായിട്ടുള്ള 4 ചേട്ടന്മാരും. എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് എല്ലാവരും സെറ്റിലൊക്കെയാണ് കേട്ടോ. റീത്താമ്മ എന്താ ചെയ്യുക, റീത്താമ്മയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എല്ലാവരും എന്താ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഒരു കാര്യങ്ങളൊക്കെ ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഓളിഞ്ഞോളി റീത്താമ്മയാണ്. അപ്പൊ റീത്താമ്മ വീട്ടിലെത്തിയതും ദേഷ്യത്തിൽ വേഗം തന്നെ 4 സഹോദരന്മാരെയും വിളിച്ചു വരുത്താണ്. 4 പേരും അപ്പൊ തന്നെ പാഞ്ഞു വരുന്നുണ്ട്. എന്തോ വലിയ പ്രശ്നം അല്ലെങ്കിൽ അപകടം സംഭവിച്ചു എന്ന രീതിയിലാണ് ഇവർ ഓടി വരുന്നത് കേട്ടോ. എന്താ റീത്താമ്മ, നീ എന്താ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത്, എന്ത് പറ്റി, എന്തൊരു പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോ, ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ, ഞാൻ ആ സ്റ്റാലിനെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിൽ പോയിരുന്നു. ഓ, എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു. ഓ, അന്വേഷിച്ചു. അത് അയാളുടെ മകള് തന്നെയാണ്. 24 വർഷം മുമ്പ് ആഗ്രയില് നടന്നക്കണ സമയത്ത് ഏതോ പെണ്ണായിട്ട് ഒരു അവിഹിതം ഉണ്ടായെന്നോ അതിലുണ്ടായ മകളാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. അത് വല്ല കള്ളം പറഞ്ഞു വന്ന പെണ്ണാണോ? അല്ല, അതെ, ആ സ്റ്റാലിയുടെ അമ്മയുണ്ടല്ലോ ചിന്നമ്മ, അവരെ പോലെ തന്നെയാ ഇരിക്കുന്നത്. അത് അയാളുടെ മകള് തന്നെയാണ്. അയാൾക്ക് ഇപ്പൊ പ്രണയബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. ഓ, ഇപ്പൊ ഒരെണ്ണേ വന്നുള്ളൂ, അത് അതിന് പുറകിൽ വേറെ ഉണ്ടോ എന്ന് സേവ് റിച്ചാൻ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇവരുടെ സഹോദരൻ ചോദിക്കുന്നുണ്ട്. അപ്പോ റീത്താമ്മ പറയുന്നുണ്ട്, ആർക്കറിയാം ഇനി എവിടെയൊക്കെ ഏതൊക്കെ ബന്ധത്തിൽ ഏതൊക്കെ മകളുണ്ടെന്ന്. ഇനി എല്ലാം കൂടി ജാഥയായിട്ട് വരുമോ എന്ന് അറിയില്ല. നമുക്ക് ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനമാണ്? ചേച്ചി പറഞ്ഞോ, അതുപോലെ ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറയാണ്. വേറെ ഒന്നുമല്ല, എന്തായാലും ഇനി വേറെ മക്കള് വരുന്നതിന് മുമ്പ് സ്റ്റാൻലിയുടെ സ്വത്തുക്കൾ 5ആയിട്ട് ഭാഗിച്ചേ പറ്റൂ. ഒന്ന് സ്റ്റാൻലിക്ക്, പിന്നെ ബാക്കി 4ആയിട്ട് ഭാഗിക്കാനേ പറഞ്ഞു. ഒന്ന് സ്റ്റാൻലിക്ക്, ബാക്കി 3 ഈ 3 മക്കൾക്ക്, അതായത് എലിസമ്മയുടെ 3 മക്കൾക്കും ഇങ്ങനെ ഭാഗിച്ചേ പറ്റൂ. അയാൾ അവിടെ അയാളെ മക്കളെ കൊണ്ട് നിർത്തുകയോ ഇനി വരുന്ന മക്കൾ അവിടെ നിർത്തുകയോ എന്താ ചെയ്തോട്ടെ, പക്ഷെ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. അതെ വേണം എന്ന് സേവ് റിച്ചാനും പറയുന്നുണ്ട്. ആ സമയത്ത് റീത്താമ്മ പറയുന്നുണ്ട്, പിന്നെ വേറൊരു കാര്യം എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ സേവർ ചോദിക്കില്ല, എൽസമ്മ എവിടെയും ചോദിക്കുമ്പോ, അവള് ധ്യാനത്തിന് പോയി. ഈ ചേച്ചിക്ക് ഇത് മാത്രമേ ഉള്ളൂ പണി, ധ്യാനം അത് ഇത്, അവൾക്ക് അതൊക്കെയല്ലേ ഇവിടെ ഉള്ളൂ. അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അവള് വരുമ്പോ അവളുടെ തീരുമാനം കൂടിയാണ് ഞാൻ ഈ പറയണത്. പിന്നെ അവളുടെ റൂമൊക്കെ നീ ഒന്ന് കാണണം. 2 ലക്ഷം രൂപ മുടക്കിയിട്ടാ അവളുടെ റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അവൾക്കൊരു പുതിയ കാറും വാങ്ങിച്ചു കൊടുത്തു ഞാൻ കേട്ടത്. പുതിയ കാറോ? കൊള്ളാം. ഇവിടെ ഉണ്ടല്ലോ അയാളുടെ 3 മക്കൾ, ഒരു സൈക്കിളെങ്കിലും അയാൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ചോദിക്കുമ്പോ പറഞ്ഞത് എന്താണെന്നോ, അവൾ അനാഥ കുട്ടിയാണ്, അവൾക്ക് ഇതുവരെ ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് എല്ലാം കൂടി വാരിക്കോരി കൊടുത്തിരിക്കുക. ഇപ്പൊ കാറും പിന്നെ ആ റൂമും ഡെക്കറേറ്റ് ചെയ്ത പൈസ മാത്രമേ പോയിട്ടുള്ളൂ. അത് പോട്ടേന്ന് വെക്കാം. സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കണ മുമ്പ് തന്നെ നമുക്ക് എല്ലാം പിടിച്ചു വാങ്ങണം. പിന്നെ അവളെ കൊണ്ട് എഴുതിപ്പിക്കണം. അവൾക്ക് സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് അവളെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കണം. അയാളുടെ ഒരു നയാ പൈസ അവൾക്ക് ഒരു സ്വത്തുക്കളും അവൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് എഴുതിപ്പിച്ചിരിക്കണം. അത് മുദ്രപത്രത്തിൽ എഴുതിപ്പിച്ചിരിക്കണം. അപ്പോ സഹോദരങ്ങൾ പറയണ്ട, അത് ശരിയാണ് പറഞ്ഞത്, അത് ഞങ്ങൾ യോജിക്കുന്നു. എന്തായാലും എലിസമ്മയും കൂടി വരട്ടെ, നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. സ്വത്തുക്കളൊന്നും അവളെ കൊണ്ട് എഴുതിപ്പിച്ചേ പറ്റൂ, ഒന്നും വേണ്ടാന്ന രീതിയിൽ. പിന്നെ ബാക്കി 3 മക്കളുടെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു തീരുമാനം അവര് തന്നെ അങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ അലിനെ കൊണ്ട് ആ ഒരു ഭാഗം കൂടി ചെയ്യിപ്പിക്കാൻ പോകണം. അപ്പൊ ഈ ഡാനിയക്ക് ഇങ്ങനത്തെ കുറച്ചു ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ്. അതിനെയൊക്കെ ഒന്ന് നേരെയാക്കണതൊക്കെ അലീന വന്നതിന് ശേഷം ആട്ടോ. ആ കുട്ടി നല്ല മിടുക്കി കുട്ടിയാകോട്ടോ. ഇനി അത് അലീന, എനിക്ക് തോന്നുന്നു അലീനെ തന്നെ കൊണ്ടുവന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഡാനിയെ അതേ രൂപം എന്നൊക്കെ പറഞ്ഞപ്പോ, പക്ഷെ വേറൊരു കുട്ടീനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൊണ്ടുവന്നത്. ചെറിയൊരു പെൺകൊച്ചാണ്. ഈ രോഹിത്തിനെ പോലെ ഒന്നും വലിയ മക്കളൊന്നും അല്ല സ്റ്റാൻലിക്ക്. +2-നെയും 10-ലും ഈ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഉള്ളൂ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.